തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ യുവതിയെ കൊലപ്പെടുത്തി മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്തു. പേയാട് സ്വദേശികളായ സി കുമാരൻ, ആശ എന്നിവരാണ് മരിച്ചത്. തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിനുള്ളിലെ കുടിയിൽ ഹോട്ടലിലാണ് ഈ സംഭവം നടന്നത്. അജീഷ് ജയകുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, യഥാർത്ഥത്തിൽ ഇയാൾ ആത്മഹത്യ ചെയ്തതാണ് എന്ന കാര്യം ഉറപ്പിച്ചോ? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ ഈ വാർത്തയെക്കുറിച്ച്? SK, എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ദാരുണമായ സംഭവം നടന്ന ആ ടൂറിസ്റ്റ് ഹോമിലാണ്. തമ്പാനൂർ, എനിക്ക് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ്. ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ കൊടിയിൽ ടൂറിസ്റ്റ് ഹോമും ഉള്ളത്. ഇന്ന് രാവിലെ ഈ കുമാറും ഇതേപോലെ ഈ മരിച്ച സ്ത്രീ ആശ എന്ന് പറയുന്ന ആളും, കുമാരനും ആശയും രണ്ടുപേരും പേയാട് സ്വദേശികളാണ്. ഈ കുമാരൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ 5 മണിക്ക് അവിടെ ഡ്യൂട്ടിക്ക് എത്തേണ്ട ആളായിരുന്നു. 5 മണിക്ക് എത്താത്തതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഫോണിൽ പലതവണ വിളിച്ചു. ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം സ്ഥിരമായി താമസിക്കാറുള്ള ഈ കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിലെ ഉടമസ്ഥനെ ഫോൺ വിളിക്കുകയായിരുന്നു. അദ്ദേഹം മുറി എടുത്തിട്ടുള്ള ആ മുറി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കാണുന്നത്. ഉടൻ തന്നെ തമ്പാനൂർ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തി ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ നടത്തി വരികയാണ്. റിസപ്ഷനിസ്റ്റിന് അടക്കം അദ്ദേഹത്തിൻ്റെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. പോലീസ് പറയുന്ന ഇപ്രകാരമാണ്, ആ മുറിയിൽ 2 മൃതദേഹങ്ങളുണ്ട്. അതിൽ സ്ത്രീയുടെ മൃതദേഹം ആശ എന്ന പേരുള്ള സ്ത്രീയാണ്, 42 വയസ്സുണ്ട്. അവരുടെ മൃതദേഹം നിലത്ത് കിടക്കുന്നതായിട്ടാണ്. രക്തക്കറയുണ്ട്, രക്തപ്പാടുകളുണ്ട്. ഇവരുടെ കഴുത്ത് അറുത്ത നിലയിലെന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഈ കുമാരൻ്റെ കൈത്തണ്ടയിലും അറുത്ത പാടുകളുണ്ട്. അദ്ദേഹം തൂങ്ങിയ നിലയിലാണ്. അങ്ങനെയാണ് പോലീസ് ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം ഈ കുമാരൻ ആത്മഹത്യ ചെയ്തതാകാമെന്നൊരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളത്. ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലടക്കം ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തണം, ഇൻക്വസ്റ്റ് നടപടികൾ നടത്തണം. ഇവർ തമ്മിൽ നേരത്തെ പരിചയമുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതായത് പേയാട് സ്വദേശികളാണ്. ഈ കുമാരൻ്റെ അയൽവാസി തന്നെയാണ് ഈ സ്ത്രീയും. എനിക്ക് മുകളിൽ കാണുന്ന ഈ ഭാഗത്താണ് ഈ മുറിയുള്ളത്, ഈ സംഭവം നടന്ന മുറിയുള്ളത്. അവിടെ ഇപ്പോൾ പോലീസ് കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല. പോലീസ് ഇനി വിരലടയാളം അടക്കം പരിശോധിക്കണം. ഇവിടുത്തെ CCTV ക്യാമറകൾ പരിശോധിക്കണം. 10-ാം തീയതിയാണ് ഈ കുമാരൻ എന്ന് പറയുന്ന ആൾ ഇവിടെ അവസാനമായി മുറിയെടുത്തത്. ഇന്നലെ വൈകിട്ടാണ് ഈ സ്ത്രീ ഇവിടേക്ക് എത്തുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഇവർ രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയക്കും. ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും വൈരാഗ്യമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ രാത്രിയിൽ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ കുമാരൻ എന്ന് പറയുന്ന ആൾ വിവാഹം കഴിച്ച ഒരു കുട്ടിയുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ ഭാര്യയുമായി വേർപിരിഞ്ഞു കഴിയുന്ന ആളാണ്. ഈ സ്ത്രീയുമായി അടുപ്പമുണ്ട്. ഇയാളുടെ വീടിനടുത്തു തന്നെയാണ് ഈ സ്ത്രീയുടെ വീടും. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പരിചയം. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ നൽകാനാവുന്നില്ല. പോലീസ് അക്കാര്യം അടക്കം പരിശോധിക്കുന്നുണ്ട്. ഫോർട്ട് ACPയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്നുണ്ട്. ഈ റിസപ്ഷനിസ്റ്റിനെ അടക്കം ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ജീവനക്കാരടക്കം ചോദ്യം ചെയ്യേണ്ട, മൊഴിയെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇവിടെ CCTV ക്യാമറകളുണ്ട്, അതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ ജനത്തിരക്കുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ കൊടിയിൽ ടൂറിസ്റ്റ് ഹോം ഇരിക്കുന്ന ഈ സ്ഥലം. കാരണം തൊട്ടപ്പുറത്തെ തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ്. 24 മണിക്കൂറും ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. തൊട്ടപ്പുറത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം നടന്നിട്ടുള്ളത്. എന്തായാലും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കുകയുള്ളൂ. SK. ഓക്കെ, താങ്ക് യു.